സ്മൃതി നോക്കൂ, ഇതിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് കളമശ്ശേരി മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തെ എങ്ങനെ പി രാജീവ് മറികടക്കുമെന്നുള്ളതാണ്. 2021 മത്സരിച്ച അബ്ദുൽ ഗഫൂർ അല്ല 2026 മത്സരിക്കുന്നത്. ഇപ്പോൾ ലീഗ് കട്ടയ്ക്ക് ഒറ്റക്കെട്ടായി ഒപ്പം അബ്ദുൽ ഗഫൂറിനോടൊപ്പമുണ്ട്. അതേസമയം തന്നെ 2021 മത്സരിച്ച പി രാജീവ് അല്ല 2026 മത്സരിക്കുന്നത്. വ്യവസായ മന്ത്രി എന്ന നിലയിൽ ഈ മന്ത്രിസഭയിലെ ഏറ്റവും തിളക്കമാർന്ന പ്രവർത്തനം കാഴ്ചവെച്ച മന്ത്രി എന്ന നിലയിലും കളമശ്ശേരിയിൽ ഒപ്പം എന്ന പ്രോജക്ട് അവതരിപ്പിച്ച മന്ത്രി എന്ന നിലയിലും പി രാജീവ് മണ്ഡലത്തിൽ കരുത്തനുമാണ്. എന്തായിരിക്കാം പി രാജീവ് നേരിടുന്ന വെല്ലുവിളി? പി രാജീവ് പാർട്ടിയിൽ കരുത്തനാണ്, മന്ത്രിമാരിൽ കരുത്തനാണ്. പക്ഷേ മണ്ഡലത്തിൽ എത്രത്തോളം ആ കരുത്ത് പ്രകടിപ്പിക്കാനാകുമെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ മലബാർ കഴിഞ്ഞാൽ ലീഗിന് ഏറ്റവും സ്വാധീനമുള്ള മലബാറിനപ്പുറമുള്ള പ്രദേശമായ കളമശ്ശേരിയെ കാണേണ്ടി വരും. ഇത്തവണ ഉറപ്പായിട്ടും ഈ പറഞ്ഞ ഈ സ്ഥാനാർത്ഥി വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുന്നു എന്ന് പറയുമ്പോഴും അബ്ദുൽ ഗഫൂറിന് പകരം അവിടെ ലീഗിൽ തന്നെ പലരും ഈ കളമശ്ശേരി ആഗ്രഹിച്ചിരുന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ ഇത്തവണ ലീഗിന്റെ ഒരു രീതി തന്നെ, ഞങ്ങൾ മത്സരിക്കുന്നിടത്ത്, ലീഗ് മത്സരിക്കുന്നിടത്ത് മാത്രമല്ല മുന്നണിയിൽ കോൺഗ്രസ് മത്സരിക്കുന്നിടത്താലും ലീഗിന് സ്വാധീനമുണ്ടെങ്കിൽ അവിടെ ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചേ തീരൂ എന്നുള്ളൊരു വാശിയുണ്ട്. ആ വാശിയോടുകൂടിയ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആ 26% വരുന്ന ന്യൂനപക്ഷ വോട്ട് അത് കൃത്യമായി പിടിച്ചെടുക്കുമെന്നുള്ളതാണ്. മാത്രമല്ല ഈ വെള്ളാപ്പള്ളി വിഷയത്തിലൊക്കെ പി രാജീവ് എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ്. വളരെ മിതമായി ഒന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ന്യൂനപക്ഷ വോട്ട് എങ്ങനെയാണ്? മാത്രമല്ല കഴിഞ്ഞ അവിടുത്തെ ബി ഡി ജെ എസ് വോട്ട് എന്ന് പറയുമ്പോൾ ആ വോട്ടും പി രാജീവിന് കിട്ടിയിരുന്നു എന്നുള്ളതാണ്. അതെ, അപ്പോൾ ബി ജെ പിയുടെ വോട്ടും ആ സമയത്ത് പി രാജീവിന് കിട്ടിയോ എന്നൊരു ആക്ഷേപം UDF ഉന്നയിക്കുന്നുണ്ട്.